വെളിപാടിന്റെ പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധരുടെ പ്രാർത്ഥന പരിമള ധൂപം പോലെ ദൈവസന്നിധിയിൽ ഉയരും. നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ മധ്യസ്ഥ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പുണ്യത്തിൽ വളരാൻ വേണ്ടിയാണ്. തെറ്റിദ്ധരിക്കരുത്. ഒരു വിശുദ്ധനുമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈശോ മിശിഹ തന്നെയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. അനുഗ്രഹം തരും. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനെ അനുകരിച്ചല്ല ജീവിച്ചത്. അവരെല്ലാം ഈശോയെ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. അപ്പൊ സെൻട്രൽ പോയിന്റ് എവിടെ ആയിരിക്കണം? ഈശോ ആയിരിക്കണം. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധ അമ്മയുള്ള മധ്യസ്ഥത സഭ പഠിപ്പിക്കുന്നത് ഹൈപ്പർ തൂളിയ എന്ന് വെച്ചാൽ ഉപരി വിശുദ്ധയാണ്, ഉപരി മധ്യസ്ഥയാണ്. ആ മാതാവിന്റെ മധ്യസ്ഥ ഒത്തിരി ഗുണം ചെയ്യും, കൃപ കിട്ടും. ഞാൻ ഇവിടെ ഇരുന്ന് ചാപ്പലി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. ഒരു വചനമാണ് എൻ്റെ ചിന്തയിലേക്ക് വന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഏലിയ പ്രവാചകന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ഏലീശ കൂടെ നടന്ന് ഏലിയ ആഗ്നേയ രഥത്തിൽ എടുക്കപ്പെട്ടപ്പോൾ ഏലിയാടെ വീണ് കിട്ടിയ അങ്കി എടുത്തിട്ട് ഏലീശ പറയുന്നൊരു വാക്കുണ്ട്, 14-ാമത്തെ വാക്യം. എന്താ പറയുക? ഏലിയായുടെ ദൈവം എവിടെയെന്ന് പറഞ്ഞ് ഏലിയ നിർത്തിയിടത്തുനിന്ന് ഏലീശ തുടങ്ങി. ഏലിയ നിർത്തിയിടത്തുനിന്ന് ഏലീശ തുടങ്ങിയതിനർത്ഥം, അതായത് തൻ്റെ ഗുരുവിനെ അനുസ്മരിച്ചാണ് ഏലീശ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. 35-ാമത്തെ കാരിസ് ഭവൻ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ ആലയത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ പേര് പറയാതെ ഈ ശുശ്രൂഷ ആരംഭിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. അത് ഞാൻ പറയുന്നത് വെറുതെ ഒരു പൊങ്ങച്ചമായിട്ടല്ല പറയുന്നത്, ഉയർത്തി പറയുന്നില്ല. ഞാൻ മഡ്ജുഗോറിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മഞ്ഞാക്കലച്ചനെ അറിയാവുന്ന എന്നോട് ചോദിച്ചു. മഡ്ജുഗോറിയുടെ ചരിത്രത്തിൽ 1,00,000 പേര് പങ്കെടുത്ത ധ്യാനം ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ്റെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൂടുന്ന ധ്യാനം ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ധ്യാനമാണ്. ഇപ്പൊ പോർച്ചുഗൽ അച്ഛൻ്റെ ധ്യാനം നടക്കുകയാണ്. പോളണ്ടിൽ, ക്രൊവേഷ്യയിൽ, റുമേനിയയിൽ, നമുക്കറിയാം ജർമ്മനിയിൽ. അത് മലയാളികളല്ല വരുന്നത്, അവിടുത്തെ ഭാഷക്കാർ, അതായത് യൂറോപ്യൻസ്, അതായത് തളർന്നുപോയ യൂറോപ്പിലെ സഭ ഉണർത്താൻ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തുയർത്തിയ, നമുക്കറിയാം ഇപ്പോൾ വീൽ ചെയറിലായിരുന്നിട്ട് പോലും ഈ വന്ധ്യവൈദികൻ തീഷ്ണതയോടെ കർത്താവിനെ പറയുന്നത് കാണുമ്പോൾ കർത്താവിന് മഹത്വം. അച്ഛനെ ഓർന്ന ഒരു വെടിക്കെട്ട് കൈയടി. കരമുയർത്തി ഒന്ന് കൈയടിച്ചേ, കരമുയർത്തി മഞ്ഞാക്കലച്ചനെ ഓർത്ത് കർത്താവെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ആ വചനം ഇതാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൊന്ത ചെല്ലിയാലും, എത്ര കുരിശിന്റെ വഴി ചെല്ലിയാലും, എത്ര പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും പാപത്തിന്റെ കെട്ടഴിയാതെ ദൈവകൃപ നമ്മളിലേക്ക് വരത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അകൃത്യമാണെന്ന് യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവാനുഗ്രഹത്തിന്, ദൈവകൃപയ്ക്ക്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ചില പാപത്തിന്റെ മേഖലകളുണ്ട്. പ്രത്യേകിച്ച് പ്രമാണ ലംഘനം വഴി പിശാച് ഒരു വ്യക്തിയിൽ കടന്നു വരുന്ന 2 വഴിയാണ്. ഒന്ന്, പാപം വഴി സാത്താൻ നേരിട്ടിറങ്ങും. 2, അതായത് ഭയം വഴി സാത്താൻ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ഒരു വ്യക്തി ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് സാത്താന്റെ ആധിപത്യം ഉണ്ടാകും. പാപം ചെയ്ത വീടുകളിലേക്ക്, പാപം ചെയ്ത വ്യക്തികളിലേക്ക്, പാപം ചെയ്ത സ്ഥലങ്ങളിലേക്ക് പിശാചിന്റെ ആധിപത്യം ഉണ്ടാകും.
പിശാചിനെ നമ്മൾ എൻട്രി ചെയ്യുന്നത് പാപം വഴിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത്, പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട, പിശാചിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. അവൻ കെട്ടിയിട്ട് തുടലിൽ കെട്ടിയിട്ട് കുരയ്ക്കുന്ന ഒരു നായാണ്, ഒരു പട്ടിക്കുഞ്ഞാണ്. എന്ന് വെച്ചാൽ പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ്റെ ഏരിയയിൽ, അവൻ്റെ കോർട്ടിൽ കയറിയാൽ മാത്രമേ അവൻ കടിക്കത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാചിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴാ പിശാച് എൻട്രി ചെയ്യുന്നറിയാമോ? പാപം വഴിയാണ് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത്, അൽഫോൺസ് ലിഗോരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, പിശാച് നമ്മളെ നോട്ടമിട്ടിരിക്കുന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്ന കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, അവന് നഷ്ടപ്പെട്ട പറുദീസ എനിക്കും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. എന്ന് വെച്ചാൽ പറുദീസയിൽ പാപം മൂലം, അഹങ്കാരം മൂലം വെട്ടി താഴേക്കിട്ട് ഈ ഭൂമിയിലേക്ക് നിബന്ധിക്കപ്പെട്ട പിശാചിനും വീണുപോയ മാലാഖമാർക്കും അവന് നഷ്ടപ്പെട്ടു പോയ സ്വർഗം തോമസിനോ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ കിട്ടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പിശാച് പാപം ചെയ്യിക്കുന്നത് അവന് ലഭിക്കാൻ പോകുന്ന, അന്ത്യവിധി ലഭിക്കാൻ പോകുന്ന നിത്യ നരകത്തിലേക്ക് എന്നെയും നിങ്ങളെ കൊണ്ടുപോകാനാണ് പിശാച് പാപം ചെയ്യിക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ പാപം ചെയ്യുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, മദ്യപിക്കുമ്പോൾ, വ്യഭിചരിക്കുമ്പോൾ, ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നീ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ മോശയ്ക്ക് ദൈവം, മോശ പ്രവാചകന് മലയുടെ മുകളിൽ വെച്ച്, സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം 10 പ്രമാണം നൽകി. ആ 10 പ്രമാണത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സാത്താന് തൊടാൻ പറ്റില്ല. എന്നാൽ ദൈവപ്രമാണം ഒരുവൻ ലംഘിക്കുമ്പോൾ പിശാചിന് സന്തോഷമുണ്ട്, യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുക. ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും ഒരു പാപം ചെയ്യുമ്പോൾ ആരാണ് വേദനിക്കുന്നറിയാമോ? ആരാ സങ്കടപ്പെടുന്നറിയാമോ? ഈശോയാണ് സങ്കടപ്പെടുന്നത്. എന്ന് വെച്ചാൽ പിശാചിന് ഒരിക്കലും ദൈവപുത്രനെ തൊടാൻ പറ്റില്ല. അവൻ 2000 വർഷം മുമ്പ് കാൽവരി കുരിശിൽ 3 ആണികൾ തൂക്കപ്പെട്ട് മനുഷ്യന്റെ മുമ്പിൽ വെച്ച് പരിഹാസപാത്രമായി നരകത്തിന് ഭയം നൽകി, സ്വർഗത്തിന് ആനന്ദം നൽകി, ഈ നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ പാപപരിഹാരം ചെയ്തപ്പോൾ യേശുവിന്റെ തങ്കച്ചോരയാൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുലിഖിതത്തിലെ ഈശോയുടെ ചങ്കിൽ നൊഴുകിയ തങ്കച്ചോരയാൽ സാത്താന്റെ തല തകർത്ത ഈശോയുടെ കുരിശു മരണം വഴി എന്നെയും നിങ്ങളെയും സാത്താൻ അടിമപ്പെട്ട, പിശാചിന് അടിമപ്പെട്ട, പിശാച് നരകത്തിൽ കൊണ്ടുപോണ്ട എന്നെയും നിങ്ങളെയും യേശു വില കൊടുത്ത് യേശുവിന്റെ രക്തത്താൽ, ലേവ്യന്റെ പുസ്തകം 17:11 പറയുന്ന പോലെ, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്തി വില കൊടുത്ത് നമ്മളെ നേടിയെടുത്ത എന്നെയും നിങ്ങളെയും അവൻ നശിപ്പിക്കാൻ വേണ്ടി, അവൻ പിശാചിന് ഈശോയെ തൊടാൻ പറ്റില്ല. പക്ഷെ ഞാൻ പാപം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേദനിക്കും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് മർജുഗോരിയിൽ പറയുന്നത്, നിങ്ങൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോയെ കുരിശിൽ തറയ്ക്കുക. എന്നാൽ നിങ്ങൾ പരിഹാരം ചെയ്യുമ്പോൾ, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ, നിങ്ങൾ അനുതപിക്കുമ്പോൾ, നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ഈശോയെ കുരിശിൽ നിറക്കി മാതാവ് മടിയിൽ കിടത്തുന്നത് പോലെ കിടത്തുക. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്താ? അത്ഭുതം എന്ന് പറഞ്ഞാൽ കാരിസ്മാവിലെ കൺവെൻഷനിൽ കിടക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടു പോകുന്നതോ, തളർന്നു പോകുന്നവര് സൗഖ്യപ്പെട്ടു പോകുന്നതോ, മരിച്ചവർ എഴുന്നേൽക്കുന്നതല്ല ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. ഒരുപക്ഷെ നമുക്ക് തോന്നും കൈ നിവരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം, അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവമക്കളെ, സ്വർഗത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ 35-ാമത്തെ കാരിസ് ഭവൻ കൺവെൻഷനിൽ തളർന്നു വന്നിരിക്കുന്ന മാരകപാപത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തി, ബഹുമാനപ്പെട്ട മൈലാമണി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, ലിസി സിസ്റ്ററിന്റെ ക്ലാസ്സിലൂടെ, ജോർജി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, സന്തോഷ് പ്രദന്റെ ക്ലാസ്സിലൂടെ, കാരി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, ബിജിലച്ഛൻ്റെ ക്ലാസ്സിലൂടെ, ആരാധനയിലൂടെ ഏതെങ്കിലും ഒരു
മാരകപാപത്തിൽപ്പെട്ട വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവ പൈതലായി മാറിയാൽ അതാണ് സ്വർഗം കൈയടിക്കുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, ആദിമ സഭയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതിനു ശേഷം ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് ശ്ലീഹ മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അവൻ ക്രൂശിക്കപ്പെട്ട ഈശോയെയും ഈശോയുടെ ജനനത്തെ പറ്റിയും പാപമോചനത്തെ പറ്റിയും 2-ാം വരവിനെ കുറിച്ചും പറഞ്ഞതിനു ശേഷം ഒരു വചനമുണ്ട്, 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. അവിടെ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയങ്ങൾ നുറുങ്ങി. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഒരു കൺവെൻഷനിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഹൃദയം നുറുങ്ങുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ, ഒരു ധ്യാനം കഴിയുമ്പോൾ, ഒരു ഏകദിന ശുശ്രൂഷ കഴിയുമ്പോൾ കുമ്പസാരക്കൂട് തേനീച്ചക്കൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ കൺവെൻഷൻ വിജയമാണ്. സ്തോത്ര കാഴ്ചയല്ല, ആൾക്കാർ 10,000 വരുന്നതല്ല, 1,00,000 പേര് കൂടുന്നതല്ല, 10,000-കണക്കിന് ആൾക്കാർ വരുന്നതല്ല, ലക്ഷക്കണക്കിന് സ്തോത്ര കാഴ്ച കിട്ടുന്നതല്ല, ഓൺലൈനിൽ ആൾക്കാർ കാണുന്നതല്ല. ഈ ധ്യാനത്തിനിടയ്ക്ക് ഈ ക്ലാസ് കേട്ടിട്ട്, വചനം കേട്ടിട്ട്, ദൈവമേ ഞാനൊരു കുറവുള്ളവനാ, ഞാൻ ബലഹീനനാ, തൻ്റെ പാപം കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഈശോ ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു, എൻ്റെ കരുണയുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. ഏതെങ്കിലും വ്യക്തി തനിക്ക് തെറ്റാണെന്ന് ബോധ്യം കിട്ടി അത് തിരുത്തി അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരക്കൂടിനെ സമീപിച്ച് പാപമോചനം ലഭിച്ചാൽ കുമ്പസാരക്കൂട് തേനീച്ചക്കൂടായി മാറിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, 35-ാമത്തെ കാരിസ് ഭവന്റെ കൺവെൻഷൻ, അഭിഷേക നിറവ് കൺവെൻഷൻ സ്വർഗത്തെഴുന്നേറ്റ് കൈയടിക്കുകയും സ്വർഗത്തിലെ പരിശുദ്ധ തൃത്വത്തിന് സന്തോഷം നൽകുന്ന ശുശ്രൂഷയായി മാറും. ഒന്ന് കരമടിച്ച് കർത്താവിനെന്ന് പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മളെല്ലാം പാപികളാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം പാപികളാ. ലോകത്തിൽ പാപമില്ലാതെ വന്ന 2 വ്യക്തികളെ ഉള്ളൂ. ഒന്ന് ഈശോ മിശിഹ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയും. 2 അവന് ജന്മം കൊടുത്താൻ സ്വർഗം തെരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം ഒഴികെ നമ്മളെല്ലാം പാപികളാ. പാപികളല്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. ഞാനും പാപിയ, നിങ്ങളും പാപിയ, മരണം വരെ പാപികളാ. അതുകൊണ്ടാ അസീസിലെ ഫ്രാൻസിസ് മരണക്കിടക്കയിൽ പറയുമ്പോഴും വിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വിളിക്കരുത്, എനിക്കിപ്പോഴും പാപം ചെയ്യാൻ ശേഷിയുണ്ട്. ദൈവമക്കളെ, പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോട്, നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിന്റെ വചനം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞു, അദ്ദേഹം എപ്പോഴും മിടുക്ക് പറയുമായിരുന്നു, ഞാൻ മോശക്കാരനല്ല, ഞാൻ ഗമാലിയന്റെ കീഴിൽ പഠിച്ചതാ, ഞാൻ പരിസേരിൽ നിന്ന് പഠിച്ചതാ, ഞാൻ പ്രമാണികളിലാണ്, ഞാൻ യഹൂദ പാരമ്പര്യമുള്ള, എനിക്ക് റോമ പൗരത്വമുണ്ട്. ആ പറയുന്നതിനകത്ത് ഒരു ഹുങ്കുണ്ടായിരുന്നു. പിന്നീട് ക്രിസ്തുവുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ 2-ാമത്തെ സെക്ഷനിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എന്താ പറയുന്നത് അറിയാമോ? അകാലജാതൻ എന്ന പോലെ അവൻ എന്നെ പ്രത്യക്ഷപ്പെട്ടു. 3-ാമത് പറയുന്ന വാക്ക്, ആത്മീയത വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാപിയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ നിൽക്കണം. നമ്മൾ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ പരിശോധിക്കേണ്ടത് വിശുദ്ധരുടെ മുമ്പിലും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലുമാ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊരു സംഭവമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച വർഷം, യെശയ്യാ നിസാരണ ആളല്ല, അതായത് ആ ദേശത്തെ പ്രവാചകന, ദൈവം തെരഞ്ഞെടുത്തയാള്, വിശുദ്ധനായി ജീവിക്കുന്നയാള്, മദ്യപിക്കത്തില്ല, വിഭജിക്കത്തില്ല, ജഡികപാപം ചെയ്യത്തില്ല, പ്രാർത്ഥനയുണ്ട്, പള്ളിപ്പൊക്കുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രകാഴ്ച കൊടുക്കും, ദശാംശം കൊടുക്കും. നമ്മുടെ ഈ പുതിയ ഭാഷകൾ അമ്മച്ചിമാരെ പോലെ കൊന്ത ചെല്ലും, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, ദാനധർമ്മം ചെയ്യും. ഇങ്ങനൊക്കെ ചെയ്ത് നാട്ടിൽ കുഴപ്പമില്ലാതെ, അതിരമ്പുഴ കുഴപ്പമില്ലാതെ, അല്ലെങ്കിൽ കൈപ്പുഴ കുഴപ്പമില്ലാതെ, അല്ല ഏറ്റുമാനൂർ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ അമ്മച്ചി ഒരു ദർശനം കാണുക, ഇതുപോലെ യെശയ്യാ പ്രവാചകൻ
പ്രവാചകൻ. ആ ദേശത്ത് കുഴപ്പമില്ലാതെ ദൈവം തെരഞ്ഞെടുത്തവനാ. പക്ഷെ ഒരു ദിവസം ഉസിയ രാജാവ് മരിച്ച വർഷം ദേശീയ ഒരു ദർശനം കാണുക. ആ ദർശനം എന്നാണെന്നറിയാമോ? ദാ ഉന്നതമായ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോൾ, ദൈവത്തിന്റെ ഗ്ലോറി കണ്ടപ്പോൾ, ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ, ദൈവത്തിന്റെ കൃപ കണ്ടപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ സെരൂബുകളും സെറാഫുകളും മാലാഖമാരും വിശുദ്ധാത്മാക്കളും കമന്ന് വീണ് ആരാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോൾ യെശയ്യാ പറഞ്ഞൊരു വാക്കുണ്ട്: ദൈവമേ ഞാൻ അശുദ്ധനാണ്, ദൈവമേ ഞാൻ അശുദ്ധനാണ്, ദൈവമേ ഞാൻ അശുദ്ധിയുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാ. ഇത് പറഞ്ഞ് പറയ, കർത്താവേ ഞാൻ അശുദ്ധനാ, കർത്താവേ ഞാൻ പാപിയാ, കർത്താവേ. അതുവരെ അങ്ങനെയല്ല യെശയ്യാ പറഞ്ഞത്. കർത്താവേ ഞാൻ മിടുക്കനാ, ആ മറിയാമ്മ ചേട്ടത്തെക്കാളും മിടുക്കിയാണ് ഏരുക്കുട്ടി ചേട്ടത്തി. അങ്ങനെ താരതമ്യം ചെയ്യുന്ന കരിസ്മാറ്റിക്കാരെ നമ്മൾ ദൈവവുമായി പരിശോധിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധിയുമായി പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും: ദൈവമേ ഞാൻ അശുദ്ധനാ, ദൈവമേ ഞാൻ പാപിയാ, ദൈവമേ ഞാൻ ബലഹീന, ദൈവമേ ഞാൻ വീണുപോയവനാ, ദൈവമേ ഞാൻ നുണ പറയുന്നവനാ, ദൈവമേ ഞാൻ മുൻകോപിയാ, ദൈവമേ എനിക്ക് അസൂയുണ്ട്, ദൈവമേ എനിക്ക് സ്വാർത്ഥതയുണ്ട്, ദൈവമേ എനിക്ക് ജഡിക സ്വഭാവമുണ്ട്, ദൈവമേ എനിക്ക് വെറുപ്പുണ്ട്, ദൈവമേ എനിക്ക് വിദ്വേഷമുണ്ട്, ദൈവമേ എനിക്ക് വൈദികരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവമേ എനിക്ക് സഭയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് പ്രാർത്ഥന മാറിപ്പോകും, 2 വള്ളത്തെ കാല് വെക്കുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ പരിശുദ്ധി മുമ്പിൽ ഞാൻ ബലഹീനനാ, ഞാൻ കുറവുള്ളവനാ, ഞാൻ കഴിവില്ലാത്തവനാ എന്ന് പറഞ്ഞ് നമ്മൾ കരയാൻ തുടങ്ങും. ഇതുപോലെ യെശയ്യാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവം പറഞ്ഞ് സെറാഫുകളിലൊന്ന് ഒരു കൊടിലുകൊണ്ട് തീക്കട്ടയെടുത്ത് പ്രവാചകന്റെ നാവിനെ വിശുദ്ധീകരിച്ചതായി ബൈബിള് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് വിശുദ്ധര് പറയുന്നത്: ദൈവമേ ഞാൻ ബലഹീനനാ, ദൈവമേ ഞാൻ ഇന്ന് കട്ടപ്പനയിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ പാമ്പാടി എടുക്കാറ് എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകി. ഇത് ചുമ്മാ പറയണതല്ല, കരഞ്ഞത് എന്തിനാണെന്നറിയാമോ? പല പ്രാവശ്യം ഈ പട്ടണത്തിൽ കൂടെ പോയിട്ടുണ്ട്. ദൈവമേ ഇങ്ങനൊരു കൺവെൻഷൻ ചെയ്യാൻ അയോഗ്യനും പാപിയും ബലഹീനനും വീണുപോയവനുമായ, ഇപ്പോഴും വീഴാൻ തിങ്ങി നിൽക്കുന്നവനായ, പാപത്തോട് ചായ്വുള്ളവനായ, ബലഹീനനായ എന്നെ നീ ഇതുപോലൊരു കൺവെൻഷനിൽ കൊണ്ടു നിർത്തിയല്ലോ. ദൈവമേ അത് നിന്റെ കൃപയാ, എൻ്റെ കഴിവല്ല, നിന്റെ സ്നേഹമാ, നിന്റെ കരുണയാ, നിന്റെ കൃപയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതാ ഏറ്റവും വലിയ അഭിഷേകം. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, മദ്യപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുകവലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രേമബന്ധത്തിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജഡികപാപത്തിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ കൺവെൻഷനിൽ ഓർക്കണം, എത്രയോ പേര് ഈ ദേശത്തുണ്ട്, എത്രയോ പേര് കോട്ടയം ജില്ലയിലുണ്ട്, 10,000ങ്ങളുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്. ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ ശുദ്ധതയുള്ള വചനം, ദൈവത്തിന്റെ പരിശുദ്ധ വചനം, ദൈവത്തിന്റെ കൃപയുള്ള വചനം, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വരുന്ന ഈ ആലയത്തിൽ വന്ന് ഇരിക്കാൻ ഭാഗ്യം കിട്ടിയത് ദൈവം തന്ന കൃപയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ശരിക്ക് കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ നീ തന്ന അനുഗ്രഹം, കാലിന് ബലം നൽകിയല്ലോ, കണ്ണിന് കാഴ്ച നൽകിയല്ലോ, ആരോഗ്യം നൽകിയല്ലോ, ആയുസ് നൽകിയല്ലോ, കുമ്പസാരിപ്പിക്കാൻ വൈദികരെ നൽകിയല്ലോ, പള്ളി തന്നല്ലോ, പരിശുദ്ധ കുർബാന തന്നല്ലോ, വേദപുസ്തകം തന്നല്ലോ, ദൈവമേ ഒരു ജീവിതം കൂടെ തന്നല്ലോ. ഇതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, ചെറിയ പാപം പോലും വരുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കരയണം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ. ദൈവമക്കളെ, ഹൃദയം നമുക്കൊക്കെ, ഞാൻ പറയുന്നത് നമ്മളെല്ലാം കുറവുള്ളവരാ. വീഴുക എന്ന് പറയുന്നത് മാനുഷികമാ, കിടക്കുക എന്ന് പറയുന്നത് പൈശാചികമാ, എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുള്ളതാ, കൃപയാ. എന്ന് വെച്ചാൽ വീഴാത്തൊരു മനുഷ്യനുമില്ല. ഈ സന്യാസ സഭയുടെ സ്ഥാപകൻ ഫ്രാൻസിസ് സാലസ്, ഈ സഭയുടെ സ്ഥാപകന്റെ പേരാണ് ഫ്രാൻസിസ് സാലസ്. വേദപാരകൻ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഡോക്ടർ ചർച്ച്. അദ്ദേഹം, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ചരിത്രം എടുത്തു പഠിച്ചു. ഉഗ്രകോപി, മുൻകോപി, ശുണ്ഠിയുള്ളയാള്,
പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ഈ വ്യക്തി ബലഹീനനായ വ്യക്തി, കുറവുള്ള വ്യക്തി ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു പലപ്പോഴും നോക്കി ഈ മുൻകോപം ഒന്ന് മാറാൻ. പക്ഷെ മാനുഷികമായി നോക്കി, ടെക്നോളജി നോക്കി, മനുഷിക ബുദ്ധി നോക്കി, പിടിച്ചു നോക്കി, പറ്റുന്നില്ല, ചില സമയത്ത് പൊട്ടിത്തെറിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവേ, ഈ മുൻകോപത്തിലേക്ക് നിന്റെ റൂഹായെ തരണമേ, ഈ ബലഹീനതയിലേക്ക് നിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ശാന്തനായ ഒരു വിശുദ്ധനെ ലഭിച്ചു. അതാണ് ഫ്രാൻസിസ് സാലസ്. ഒന്ന് കരമടിച്ച് കർത്താവിന് എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് പാപം മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ കഴിവ് കൊണ്ട് മദ്യപാനം മാറ്റാൻ പറ്റില്ല. ഫോൺ വീഡിയോയ്ക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാർ, ജഡികപാപത്തിന് അടിമപ്പെട്ടാൽ, മദ്യപത്തിന് അടിമപ്പെട്ടവര്, മുൻകോപത്തിന് അടിമപ്പെട്ടവര്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ടോ, നിങ്ങളുടെ സൈക്കോളജി കൊണ്ടോ, യോഗ കൊണ്ടോ, ടെക്നിക്കൽ ക്ലാസ് കൊണ്ടോ, മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ മസിൽ പിടിച്ചാൽ മാറില്ല. നിങ്ങളെ മാറ്റാൻ ഒരുവനുണ്ട്. അതാ ഈശോ പറഞ്ഞ യോഹന്നാൻ 16:7-8, ഞാൻ പോയി കഴിയുമ്പോ ഒരു ഹെൽപ്പർ വരും, ഒരു സഹായകൻ വരും. ഞാൻ പോയി കഴിയുമ്പോൾ, ഞാൻ പോയിട്ട് ഒരാൾ സഹായം വരും. ആരാ? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിമറയ്ക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മദ്യപാനത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കറിയാം, എൻ്റെ കൂടെ സുഹൃത്തുക്കളുണ്ട് കൈ വിറച്ചു മദ്യപിച്ചുകൊണ്ടിരുന്നവര്. അങ്ങനെയുള്ളവർ മാറിയ ചരിത്രം ഈ സഭയുടെ ചരിത്രത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീണാതെ നിൽക്കുന്ന 10,000 ഞാൻ എടുത്തു കാണിക്കാം. ദൈവമക്കളെ, നമ്മളെ മാറ്റുവാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വഭാവം, നമ്മുടെ മുൻകോപം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ വിദ്വേഷം, നമ്മുടെ ജഡിക സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാം? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഹോളി സ്പിരിറ്റിനോട്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ചോദിച്ച ഏത് കാര്യവും നടത്തി? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഈശോ തന്നിട്ടുണ്ട്. വളരെ അപൂർവം. അത് എനിക്ക് ഒരുപക്ഷെ കർത്താവിന് അറിയാം, നാളത്തെ കാര്യം അറിയാം. ഹെബ്രായർ 13:8, ഇന്നലെയും ഇന്നും ഒരുവൻ നാളെ നടക്കാൻ പോകുന്ന കാര്യം എൻ്റെ അപ്പൻ അറിയാം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ നാളെ എന്താ നടക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് ആർക്കറിയാം? ചിലത് നിങ്ങൾ ചോദിച്ചിട്ട് ദൈവം തരത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചിനെ ഓസ്ട്രിയയ്ക്ക് വിടാൻ ആഗ്രഹിച്ച് വിടാത്തതിന് കാരണം ആ കൊച്ച് അവിടെ പോയി നശിച്ചു പോകുമെന്ന് എൻ്റെ അപ്പൻ അറിയാവുന്നതുകൊണ്ട് അപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുക. ചിലത് കർത്താവ് ബ്ലോക്ക് ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച്, ഒരു കാലത്ത് നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പല കാര്യവും നടക്കാതെ വന്നു. പിന്നീട് വർഷം ശേഷം നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ, അന്ന് ആ കല്യാണം നടക്കാതെ പോയത്, അന്ന് ആ ബിസിനസ് നടക്കാതെ പോയത്, ദൈവമേ ഇപ്പോൾ ഒരു അനുഗ്രഹം മാറിയില്ലേ? ചിലത് ദൈവം ബ്ലോക്ക് ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കണം ദൈവമക്കളെ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ജോസഫിനെ ദൈവം പൊട്ടക്കണത്തിലേക്ക് അയച്ചതും ജോസഫിനെ ജയിലിലിട്ടതും ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടാൻ വേണ്ടിയാ. ചില ദുരിതങ്ങൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് കൂടുതൽ അഭിഷേകത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അപ്പം നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നിട്ടുണ്ട്. 10,000 അത്ഭുതങ്ങൾ ഈ കാരിസ് ഭവനിൽ നടന്നിട്ടുണ്ട്. 35 വർഷത്തിനിടയ്ക്ക് നടന്ന ചരിത്രം എനിക്കറിയാം. ഇവിടെ വന്ന് കരഞ്ഞവര്, ഇവിടെ വന്ന് കൈ വിരിച്ച് പ്രാർത്ഥിച്ചവര്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കിയവര്, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്ത കാര്യങ്ങൾ 100 കണക്കിനുണ്ട്, 10,000 സാക്ഷിയുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നമ്മളിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ലൂക്കാ 11:13, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകത്തില്ലേ? ചോദിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനെ കുമ്പസാരിക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനെ സഭയെ സ്നേഹിക്കാൻ പറ്റൂ. പരിശുദ്ധ റൂഹായുടെ അഭിഷേകമുള്ളവനെ കുർബാന എഴുന്നള്ളിച്ച് വരുമ്പോൾ മുട്ടുകുത്തി നിൽക്കാൻ പറ്റൂ.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനെ പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനെ ഒരു തെറ്റ് പറ്റിയാൽ ആരും പറയണ്ട. രാത്രി കിടക്കുമ്പോൾ മനസാക്ഷി പറയും നീ ചെയ്ത് തെറ്റാ, നിന്റെ വാക്ക് തെറ്റാ. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും കുമ്പസാരക്കൂടിന്റെ മറവിൽ പോയി നീ മുട്ടുകുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. വലത് കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ.